ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB MD ആൻഡ് CEO ഓഫ് ഷെയർവെൽത്ത് സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു വോളട്ടൈൽ ഓപ്പണിംഗ് ആണ്. ഗ്ലോബൽ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി വീക്കായിട്ട് ഓപ്പൺ ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഒരു മിക്സഡ് ട്രെൻഡാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ജാപ്പനീസ് മാർക്കറ്റ് അതുപോലെ തന്നെ സൗത്ത് കൊറിയൻ മാർക്കറ്റൊക്കെ വീക്കാണ്. പക്ഷേ ചൈനീസ് മാർക്കറ്റുകളെല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിരുന്നു. ഡൗ ജോൺസ് 42.77 പോയിൻറ്റ് വീക്കായിട്ട് ക്ലോസ് ചെയ്തത്. S&P 500 പക്ഷേ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. നാസ്ഡാക്കും ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. പക്ഷേ റസൽ 2000 സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. വൊളാറ്റിലിറ്റി ഇൻഡെക്സ് S&P 500 വിക്സ് 15.97 ആയിരുന്നു. മിനിഞ്ഞാന്നത് 15.69 ആയിരുന്നു. അപ്പോൾ സ്ലൈറ്റ് വൊളാറ്റിലിറ്റിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഇന്നലെ ബെറ്റർ ആയിരുന്നു. നമ്മളും ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. കമ്മോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ട്രെൻഡാണ്. ഇന്നലെ $2,338.4 പെർ ഔൺസിനാണ് ജൂൺ ഫ്യൂച്ചേഴ്സ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിൽ $2,333 പെർ ഔൺസിനാണ് ട്രേഡ് ചെയ്യുന്നത്. സ്ലൈറ്റ്ലി വീക്ക് ആണെങ്കിൽ എന്ന് വേണമെങ്കിൽ പറയാം. ബ്രണ്ട് ക്രൂഡ് ഓയിൽ ഇന്നലെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് തന്നെയാണ്. $88 പെർ ബാരലിനാണ് ബ്രണ്ട് ക്രൂഡ് ഓയിൽ ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് മോർണിംഗിലും ആ ലെവലിൽ തന്നെയാണ്. മെറ്റൽസ് എല്ലാം തന്നെ ഇന്നലെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് ശേഷം സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. പ്രത്യേകിച്ച് കോപ്പർ ഇന്ന് മോർണിംഗിലും മെറ്റൽസ് ഓൾമോസ്റ്റ് എല്ലാ മെറ്റൽ ഫ്യൂച്ചേഴ്സും ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. കോപ്പറും വീണ്ടും നല്ല രീതിയിൽ മുന്നേറുന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ കോപ്പർ മൈനിങ് കമ്പനികളായ ഹിന്ദുസ്ഥാൻ കോപ്പർ അതുപോലെ തന്നെ കോപ്പർ സ്മെൽറ്റിംഗ് രംഗത്തുള്ള ഹിൻഡാൽകോ, വേദാന്ത ലിമിറ്റഡ് ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവാണ്. ഒപ്പം നാൽക്കോയ്ക്കും പോസിറ്റീവാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസാണ് ഇന്ന് കമോഡിറ്റി രംഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അമേരിക്കയിലത്തെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ടെക്നോളജി സ്റ്റോക്കുകളിലാണ് ആക്ടിവിറ്റീസ്. ഇന്നലെ ടെസ്ല 12% ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ആപ്പിളും ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. മെറ്റ പ്ലാറ്റ്ഫോം സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് മാർക്കറ്റ് അവേഴ്സിൽ ക്ലോസ് ചെയ്തിരുന്നത്. പക്ഷേ ആഫ്റ്റർ മാർക്കറ്റ് അവേഴ്സിൽ 15% താഴെയാണ്. Q1 റിസൾട്ട് മെറ്റ പ്ലാറ്റ്ഫോം അനൗൺസ് ചെയ്തിരുന്നു. റിസൾട്ട് ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആയിരുന്നു. പക്ഷേ ഗൈഡൻസ് ബിലോ എക്സ്പെക്റ്റേഷൻ ആണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണ് ആഫ്റ്റർ അവേഴ്സ് മാർക്കറ്റിൽ 15% മെറ്റ പ്ലാറ്റ്ഫോമിൻ്റെ സ്റ്റോക്ക് താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം മെറ്റ പ്ലാറ്റ്ഫോമിൽ വരാൻ പോകുന്ന ഡെവലപ്മെൻറ്റുകൾ അതുപോലെ തന്നെ വാട്സാപ്പിൽ കൂടിയൊക്കെ വരുന്ന പുതിയ AI ഡ്രിവൺ ഫീച്ചേഴ്സൊക്കെ മെറ്റ പ്ലാറ്റ്ഫോമിൻ്റെ പ്രോഫിറ്റബിലിറ്റി അടുത്ത വർഷങ്ങളിൽ കൂട്ടുന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. ഓവർസീസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസിനും അതുപോലെ തന്നെ ഇന്ത്യൻസിനൊക്കെ ഈ മെറ്റ പ്ലാറ്റ്ഫോം എവരി ഫാളിൽ കറണ്ട് ലെവലിൽ വാങ്ങാമെന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ് എനിക്കുള്ളത്. ഇനി നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ പൊതുവേ നമുക്ക് പൊളിറ്റിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ലോസ് ആണ്. അതോടൊപ്പം തന്നെ Q4 റിസൾട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. Q4 റിസൾട്ടുകൾ ഇന്നലെ പുറത്തു വന്നിട്ട് ഓൾമോസ്റ്റ് എല്ലാ റിസൾട്ടുകളും ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷനാണ്. ചില റിസൾട്ടുകൾ സ്ലൈറ്റ്ലി വീക്ക് ഉണ്ട്. പക്ഷേ ഓവറോൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സ്റ്റേബിൾ അല്ലെങ്കിൽ ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷനാണ് റിസൾട്ടുകളെല്ലാം വന്നിരിക്കുന്നത്. ഇന്നും ധാരാളം റിസൾട്ടുകൾ വരുന്നുണ്ട്. നെസ്ലെ വരുന്നുണ്ട്, ടെക് മഹീന്ദ്രയുണ്ട്, ബജാജ് ഫിനാൻസ്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, സാൻഡ് ലിമിറ്റഡ്, L&T ടെക്നോളജി സർവീസസ്, ലോറസ് ലാബ്, എംഫാസിസ്, സെൻസാർ, UTA, AMC ഇതൊക്കെയാണ് ഇന്ന് പുറത്തു വരുന്ന Q4 റിസൾട്ടുകൾ പുറത്തുവിടുന്ന പ്രമുഖ കമ്പനികൾ. റിസൾട്ടിനനുസരിച്ചുള്ള പോസിറ്റീവ് നെഗറ്റീവ് ഇമ്പാക്റ്റുകളൊക്കെ ഇതിൽ കാണാൻ ചാൻസസ് ഉണ്ട്. ശ്യാം മെറ്റാലിക്സ് പുതിയ ഒരു ഫോയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സെൽ ടൈഗർ ഫോയിൽ എന്നാണ് പറയുക. ഫുഡ് പ്രിസർവേഷന് വേണ്ടിയുള്ളതാണ്. തീർച്ചയായിട്ടും ഇതൊരു പോസിറ്റീവ് ന്യൂസാണ്. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന സെഗ്മെൻറ്റ് ഫുഡ് സെഗ്മെൻറ്റും ഫുഡ് സെക്ടറൊക്കെയാണ്. തീർച്ചയായിട്ടും ഈ പുതിയ പ്രൊഡക്റ്റ് പുതിയൊരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ശ്യാം മെറ്റാലിക്സിന് കൊടുക്കാൻ പോകുന്നത്. ലോങ് റണ്ണിൽ ശ്യാം മെറ്റാലിക്സിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. അതോടൊപ്പം തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ RVNL ഒരു ലോവസ്റ്റ് ബിഡറാണ്. സദർൺ റെയിൽവേയിൽ നിന്നൊരു പുതിയ ഒരു ഓർഡറിന് വേണ്ടി 439 കോടിയാണ്. ITCയുടെ EGM വരെയാണ്. ജൂൺ 6-നാണ് ഡീമർജർ പ്രപ്പോസലിൻ്റെ വോട്ടിങ്ങിന് വേണ്ടിയാണ്. കോട്ടക് മഹീന്ദ്ര ബാങ്കിന് RBI മൊബൈൽ ഓൺബോർഡിംഗ് ഓഫ് ക്ലയൻസിൽ നിന്ന് ബാർ ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂവിൽ നിന്നും ബാർ ചെയ്തിരിക്കുന്നത് ടെമ്പററി ബാനാണ്. IT റിലേറ്റഡ് ആയിട്ടുള്ള സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള മെഷേഴ്സ് സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയായിട്ടാണ്. L&Tയുടെ റിപ്പോർട്ടുകളൊക്കെ വരുന്നത് സൂചിപ്പിക്കുന്നത് L&Tയുടെ ഓട്ടോമേഷൻ
ആസ് എ കോർപ്പറേറ്റ് ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഉപയോഗിച്ചിട്ടാണ് L&Tയിൽ 95% ആക്ടിവിറ്റീസ് നടക്കുന്നതാണെന്ന റിപ്പോർട്ടുകളാണ്. വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ന്യൂസാണ് L&Tനെ സംബന്ധിച്ച്. ഈ ഓട്ടോമേഷൻസ് ജനറേറ്റീവ് AI ഒക്കെ വെച്ച് L&Tയിൽ ചെയ്തിരിക്കുന്നത് L&T മൈൻഡ്രീം അതുപോലെ തന്നെ L&T ടെക്നോളജി സർവീസസും ആണ്. ഇതൊരു റോൾ മോഡൽ ആവാനാണ് ചാൻസസ് കൂടുതൽ മറ്റു കോർപ്പറേറ്റുകൾക്ക്. കാരണം അത്തരത്തിലുള്ള ഒരു ഇന്നോവേഷനാണ് L&Tയിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. തീർച്ചയായിട്ടും L&Tനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതുപോലെ തന്നെ ഇതിൽ ജനറേറ്റീവ് AI ടൂളുകളും മറ്റ് ആക്ടിവിറ്റീസൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള L&T മൈൻഡ്രീ അതുപോലെ തന്നെ L&T ടെക്നോളജി സർവീസസിന് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ ലോങ് റണ്ണിൽ മാർക്കറ്റ് താഴെ വരുന്ന സമയങ്ങളിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന സ്റ്റോക്കുകളാണ് L&T അതുപോലെ തന്നെ L&T മൈൻഡ്രീ L&T ടെക്നോളജി സർവീസസ് എല്ലാം. SJVN ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി പർപ്പസ് ഗ്രീൻ ഹൈഡ്രജൻ പൈലറ്റ് പ്രോജക്റ്റ് ഇനാഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. 14 കിലോഗ്രാം ഗ്രീൻ ഹൈഡ്രജനാണ് 8 മണിക്കൂറിനുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പ്രൊജക്റ്റാണ് ഇന്ത്യയിൽ. SJVN ആണ് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളത്. SJVNനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ധാരാളം റിന്യൂവബിൾ എനർജി റിലേറ്റഡ് ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു കമ്പനിയാണ് SJVN. അപ്പോൾ ഈ ന്യൂസുകളെല്ലാം തന്നെ SJVNനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഓവറോൾ നമ്മൾ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ടോപ്പിക്കുകളാണ് മാർക്കറ്റിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. തേജസ് നെറ്റ്വർക്ക് അതുപോലെ തന്നെ Zyme DLM അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ ലോങ് ടൈമിലേക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്മോൾ ക്യാപ് കമ്പനിയാണ് അനന്തരാജ് ഇൻഡസ്ട്രീസ് അനന്തരാജ് ലിമിറ്റഡ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ആണ് ഈ കമ്പനീനെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്ന. റിയൽ എസ്റ്റേറ്റ് രംഗത്തും അതുപോലെ തന്നെ ഡാറ്റാ സെൻറ്റർ ബിസിനസ്സിലേക്കൊക്കെ എൻ്റർ ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ലോങ് ടൈമിൽ ഇൻവെസ്റ്റേഴ്സിന് നല്ല റിട്ടേൺ കിട്ടാൻ ചാൻസസ് ഉള്ളൊരു കമ്പനിയാണ് അനന്തരാജ് ലിമിറ്റഡ്. അപ്പോൾ മാർക്കറ്റിൽ റിയാക്ഷൻ വരുന്ന സമയത്ത് അനന്തരാജ് ലിമിറ്റഡ് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങി വെക്കുന്നത് നന്നായിരിക്കും. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ലെസ് ആക്ടിവിറ്റിയാണ് നമ്മൾ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് NSE വൊളാറ്റിലിറ്റി ഇൻഡെക്സ് ഇന്ത്യ വിക്സ് വെച്ച് നോക്കുമ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യം ചിന്തിക്കാം, ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് വരുന്ന സമയത്ത് നമ്മുടെ ചിന്ത ഒരു കോൺട്രാ തിങ്കിങ്ങും കൂടി വേണം. കാരണം മാർക്കറ്റിൽ എപ്പോൾ വേണമെങ്കിലും ഒരു വൊളാറ്റിലിറ്റി ഒക്കെ വരാം. വിക്സ് ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ നിന്ന് പലപ്പോഴും വലിയ രീതിയിൽ മുന്നേറാറൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഓവറോൾ ഈ ട്രെൻഡ് സൂചിപ്പിക്കുന്നത് അടുത്ത 30 ദിവസത്തേക്ക് ഒരു ലാക്ലസ്റ്റർ ട്രെൻഡാണ്. ലെസ് ആക്ടിവിറ്റിയാണ്. ഓപ്ഷൻ പ്രീമിയം ഒക്കെ കുറവായിരിക്കും എന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. വിക്സ് താഴെ വരുമ്പോഴാണ് ഓപ്ഷൻ പ്രീമിയം കുറവാവാറ്. വിക്സ് കൂടുമ്പോൾ തീർച്ചയായിട്ടും ഓപ്ഷൻ്റെ പ്രീമിയം ഒക്കെ കൂടും. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസ് ലോസ് ആണ് മാർക്കറ്റിലുള്ളത്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യാൻ നമ്മൾ സജസ്റ്റ് ചെയ്ത പോലെ അറ്റ് എവരി റൈസിൽ നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള സ്റ്റോക്കുകൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കുക. അതോടൊപ്പം തന്നെ മാർക്കറ്റ് നല്ല രീതിയിൽ ഫാൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ വളരെ റിസർച്ച് നടത്തിയിട്ടാണ് നമ്മൾ സ്റ്റോക്കുകളൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നത്. ആ സ്റ്റോക്കുകൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ മാത്രം വാങ്ങാനുള്ള ഡിസിഷൻ എടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.